ആയിഷ ബീവി റളിയല്ലാഹു തആല വന്നു, വാപ്പല്ലേ സിദ്ദീഖ് എന്നവർ വഫാത്താകാൻ വേണ്ടി കിടക്കുകയാണ്. മരണം ഭയങ്കര സംഭവമാണ്. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അൽ മൗതു റാഹത്തുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് റാഹത്താണ് മരണം. ഈ ദുനിയാവിലെ ഈ ടെൻഷനും ഒച്ചപ്പാടും ബഹളം, രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളും കുട്ടികളും മക്കളും ജോലിയും ടെൻഷനും നാടും വിദേശവും പ്രവാസവും ഇതൊന്നും ഇല്ലല്ലോ. ഖബറിൽ പോയ ഏത് പ്രവാസി നമ്മളെ നാടന്നല്ലേ. റാഹത്തുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനത് ആശ്വാസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മൗതു കഫാറത്തുൽ ലിൽ മുഅ്മിൻ. സുബ്ഹാനല്ലാഹ്. അൽ മൗതു കഫാറത്തുൽ ലികുല്ലി മുസ്ലിമിൻ. അനായ അബൂ നുഐം തങ്ങൾ ഹില്യയിൽ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസ്, മരണം മുസ്ലിമായ മനുഷ്യന് പ്രായശ്ചിത്തമാണ്. കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനുള്ള അവസരമാണ്, കഫാറത്താണ്. മരിക്കുന്ന നേരത്തെ ആ പ്രയാസങ്ങളെ കൊണ്ട് അള്ളാഹു ഒരുപാട് തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുന്ന സുബ്ഹാനല്ലാഹ്. കഫാറത്തുൻ, മുഅ്മിനായ മനുഷ്യനത് പ്രായശ്ചിത്തമാണ്, ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ പ്രായശ്ചിത്തമാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകാൻ കിടക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് രണ്ടുവരി കവിത ചൊല്ലി, അർത്ഥവത്തായ രണ്ട് വാക്ക്. لعمرك ما يغني الثراء عن الفتى لعمرك ما يغني الثراء عن الفتى إذا حشرجت يوما وضاق بها الصدر. മരിച്ചു പോകുന്ന വാപ്പാ, നിങ്ങളുടെ വിയോഗത്തിൽ സങ്കടപ്പെട്ട് എത്ര തന്നെ അനുശോചിച്ചാലും അത് നിങ്ങളുടെ വിയോഗത്തിന് പകരമാകില്ലല്ലോ. അർത്ഥമതാണ്. വഫാത്താകാൻ പോകുന്ന നേരത്ത് ബോധത്തോടു കൂടെ മരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു അനുഗ്രഹമാണ്. ബോധം ഉണ്ടായിട്ട് മരിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്. അപ്പൊ മുഖത്ത് ഇങ്ങനെ വസ്ത്രം ഇട്ടിട്ടുണ്ട്. ഏകദേശം മരണത്തിന്റെ സമയമായി തുടങ്ങിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ കിടക്കണത്. വസ്ത്രം കണ്ട് നീക്കി. എന്താണ് ആ രംഗം ആലോചിച്ച് നോക്കി. മരിക്കണ നേരാണത്. സിദ്ദീഖ് തങ്ങൾ വസ്ത്രം കണ്ട് നീക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയല്ലല്ലോ ആയിഷ ബീവി പറയേണ്ടത്, ഇങ്ങനെയല്ലല്ലോ മോളെ പറയേണ്ടത്. وجاءت سكرة الموت ذلك ما كنت منه تحيد. നല്ലേ മോളെ നിങ്ങൾ പറയേണ്ടത്. وجاءت سكرة الموت, മരണത്തിന്റെ പ്രയാസം വന്നെത്തിയിരിക്കുന്നു. ذلك ما كنت منه تحيد, മരിക്കാതിരിക്കാൻ നീ ഒരുപാട് ഓടി രക്ഷപ്പെട്ടിരുന്ന ആളായിരുന്നല്ലോ. ആ മനുഷ്യ, നിന്റെ മരണം നിന്നെ വന്നെത്തിയിരിക്കുകയാണ്. ഇതല്ലേ ആയിഷ ബീവി പറയേണ്ടത്. ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, എന്റെ വസ്ത്രം, രണ്ട് വസ്ത്രം കാണിച്ചു കൊടുത്തു. ഈ രണ്ട് വസ്ത്രവും നിങ്ങൾ വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, നന്നാക്കി വൃത്തിയാക്കി വെക്കി. ഇതിൽ എന്നെ കഫൻ ചെയ്താൽ മതി. രണ്ട് കമീസ് കാണിച്ചു കൊടുത്തിട്ട് ഇത് നിങ്ങൾ വാഷ് ചെയ്തിട്ട് വൃത്തിയാക്കി നദ്ദിഫൂഹുമാ, ഇത് ശരിക്കും ക്ലീൻ ആക്കുക. എന്നിട്ട് എന്നെ ഇതിൽ മറവ് ചെയ്താൽ മതി. പുതിയ വസ്ത്രമൊക്കെ എടുക്കാൻ നല്ലത്. ജീവിച്ചിരിക്കണ മനുഷ്യന്മാരല്ലേ, എനിക്ക് പുതിയതൊന്നും വേണ്ട, ഈ പഴയത് മതി എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന ആളല്ലേ പുതിയതൊക്കെ ഇടാൻ നല്ലത്. മരിച്ചു പോകുന്ന ആൾക്ക് പിന്നെ പുതിയതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എനിക്കിന്റെ ഈ പഴയ രണ്ട് ഡ്രസ്സ് മതിട്ടോ, എന്നെ അതിൽ മറവ് കഫൻ ചെയ്താൽ മതി. ആര് പറഞ്ഞു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആയിഷ ബീവിക്ക് കണ്ട സങ്കടം. ആയിഷ ബീവി എന്ന് ചെറുപ്പമാണല്ലോ, 20 വയസ്സുണ്ടാവുള്ളൂ വാപ്പ മരിക്കുമ്പോ. അങ്ങനെ ഹബീബായ തങ്ങളെ പറ്റി പാടുന്ന പാട്ടുണ്ട്. വഅബിയളു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽഅറാമിലി. വഅബിയളു, ശരീരത്തിന് ചമപ്പ് കറന്ന വെളുത്ത നിറമുള്ള സുന്ദരമായ ശരീരമുള്ളവരെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. അങ്ങയുടെ പരിശുദ്ധ മുഖത്തെ മുൻനിർത്തി തവസ്സുല് ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മഴ ലഭിക്കുമായിരുന്നുവല്ലോ. റളിയല്ലാഹുവിനെ പറ്റി ബഹുമാനപ്പെട്ടവർ നബി തങ്ങളെ പറ്റി പറഞ്ഞതാണ്. അങ്ങയെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് മഴ ലഭിക്കുമായിരുന്നുവല്ലോ. അങ്ങനത്തെ മഹത്വമുള്ളവരെ, എന്റെ ഉപ്പാനർത്ഥം തവസ്സുല് ചെയ്തിട്ട് പറഞ്ഞ വാക്കാണ്. റബ്ബിയുൽ യതാമാ സിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽഅറാമിലി.
വിധവകളെ നോക്കിയിരുന്നവരെ, യതീമുകളെ സംരക്ഷിച്ചിരുന്നവരെ. വാപ്പാനെ പറ്റി ഇങ്ങനെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാക റസൂലുള്ളാഹ്, നിങ്ങളാ പാടിയ പാട്ടിന് അർഹതപ്പെട്ടത് എന്റെ റസൂലല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ പറ്റി അങ്ങനെ പറയാനുണ്ടോ മോളെ? ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറയുന്ന വാക്കല്ലേ? ആര് പറഞ്ഞു? ഹബീബിന്റെ സഹാബി സിദ്ദീഖ്. ആ നിമിഷം, ഇനിത്തെ സെക്കൻഡുകൾ കൊണ്ട് വഫാത്താകാൻ പോവാണ്. അപ്പോഴാണ് ഈ വർത്താനൊക്കെ. ഇതിലാണ് അത്ഭുതം, ഇവിടെയാണ് അത്ഭുതം. മരണത്തെ കണ്ടങ്ങട് സ്വീകരിച്ച് ഏറ്റെടുത്തു പോവുകയാണ്. ഹബീബുൻ ജാഅ അലാ ഫാഖ ലാ അഫ്ലഹ മൻ നദിം. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഹബീബുൻ ജാഅ അലാ ഫാഖ. മരണം ആസന്നമായപ്പോൾ മഹാനായ ഹുദൈഫത്തുൽ യമാനി തങ്ങൾ പറഞ്ഞു, ഹബീബ്, അതാ നമ്മുടെ കൂട്ടുകാരൻ വന്നെത്തിയിരിക്കുക. ഇവനെ മരിക്കാന്ന് ഉറപ്പായി. അല്ലാഹ് നമ്മുടെ കൂട്ടുകാരൻ വന്നല്ലോ. ജാഅ അലാ ഫാഖ. ഒരുപാട് കാലം കാത്തിരുന്ന് വിഷമിച്ച് ഇതാ ഇപ്പോഴാ വന്നത്. അൽഹംദുലില്ലാഹ്, എന്റെ കൂട്ടുകാരൻ. ലാ അഫ്ലഹ മൻ നദിം. ഇവിടെ സങ്കടപ്പെട്ടവന് വിജയിക്കാൻ പറ്റൂല. എനിക്കൊരു സങ്കടവുമില്ല, എന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണ് ഈ വന്നിരിക്കുന്നത്. വരട്ടെ, യാ മർഹബ എന്ന് വിളിച്ചു മരിച്ചവരാണ് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു. പറഞ്ഞത്, മരണത്തെ ഇങ്ങനെ സ്വീകരിക്കാൻ മുഅ്മിന് കഴിയണം. ഇവിടേക്കാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ അങ്ങോട്ട് പേടിച്ചിട്ട് ഇടങ്ങാറായിട്ട് അതുകൊണ്ട് കാര്യമില്ല. മരണത്തിന് ശേഷം എന്താണോ ഉള്ളത് അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, മോളെ, ദാക റസൂലുള്ളാഹ്, നിങ്ങൾ ഈ പറഞ്ഞ പാട്ട്, വഅബിയാഉ യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി തിമാലുൽ യതാമ ഇസ്മത്തുൽ ലിൽറാമിലി. ഏതൊരു മഹാന്റെ പരിശുദ്ധ മുഖത്തെ മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിച്ചപ്പോഴാണോ നമുക്ക് മഴ കിട്ടിയത്? ആരാണോ യതീമുകൾക്ക് താങ്ങും തണലുമായത്? ആരാണോ വിധവകളെ സംരക്ഷിച്ചവര്, അങ്ങനത്തെവരെ എന്ന് പറഞ്ഞത്? എന്നെ പറ്റി പറയേണ്ട മോളെ, അല്ലാഹുവിന്റെ റസൂലല്ലേ, ദാക റസൂലുള്ളാഹ്. എന്തൊക്കെ പാഠങ്ങളുണ്ടെന്ന് അവിടെ. മനുഷ്യന്മാര് പൊക്കി പറയുമ്പോ പൊങ്ങി കൊടുക്കരുത് എന്നാ ഒന്നാമത്തെ പാഠം ഇവിടെ. ഞാൻ അങ്ങനൊക്കെ തന്നെയാണ്, എന്നെ അങ്ങനൊക്കെ തന്നെ പറയേണ്ടത്, ഞാൻ അങ്ങനത്തെ ആളാണ്, ഇതൊന്നുമല്ല. ദാക റസൂൽ, ഇത് എന്നെ പറ്റിയല്ലല്ലോ, അതൊക്കെ അല്ലാഹുവിന്റെ റസൂലല്ലേ, ദാക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവര് ചോദിച്ചു, സഹാബത്തുക്കൾ ഓടി വന്നു, വഫാത്താകാനായിട്ടുണ്ടെന്ന് കേട്ടപ്പോ, അലാ നദ്ഉ ലക തബീബൻ യൻദുറു ഇലൈക്, നിങ്ങളെ പരിശോധിക്കാൻ ഒരു ഡോക്ടറെ പറഞ്ഞയക്കട്ടെ സിദ്ദീഖ് എന്നവരെ, ഒരു ഡോക്ടറെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഖദ് നളറ ഇലയ്യ തബീബി, ഡോക്ടർ എന്നെ നോക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. വഖാൽ, എന്റെ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നി ഫഅാലുൽ ലിമാ ഉരീദ്, ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ ചെയ്യും കേട്ടോ എന്ന് എന്റെ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഒന്നും വിളിക്കണ്ട. ആരാണ് ആ ഡോക്ടർ? അല്ലാഹു ജല്ല ജലാലുഹു. 63-ാമത്തെ വയസ്സാണ്, 99-ാമത്തെ വയസ്സിലല്ല ഇത്. 100-ാമത്തെ ജന്മദിനം ആഘോഷിക്കാൻ പോകുമ്പോഴല്ലേ ഈ മരിക്കുന്നത്. 63, അതൊക്കെ ആരോഗ്യമുള്ള സമയമാണ്. എന്റെ ഡോക്ടർ വന്നിട്ടുണ്ട്, ഡോക്ടർ എന്നെ നോക്കിയിട്ടുണ്ട്. ഡോക്ടറിനോട് പറഞ്ഞു, അന ഫഅാലുൽ ലിമാ ഉരീദ്, ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ ചെയ്യും കേട്ടോ എന്ന് എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്തിന് മനസ്സിലായി, ഇനി നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, യാ അബൂബക്കർ, നിങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ഇസ്ലാമിന്റെ ഖലീഫയല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വസിയത്ത് തരും, ഒരു ഉപദേശം തരും. ഒരു ഉപദേശം വഫാത്തിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് നടന്ന സംസാരമാണ്. അതാണ് അതിന്റെ അത്ഭുതം. വഫാത്തിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് നല്ല ബോധത്തിലെ വഫാത്താകുന്നത് അർത്ഥം. അപ്പൊ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ദുന്യാവ് തുറന്നു തരാൻ പോകുന്നുണ്ട്. പൈസ ഇഷ്ടം പോലെ കിട്ടും. ലോകം തുറന്നു തരാൻ പോകുന്നു. ഇസ്ലാമിന് രാജ്യങ്ങൾ കീഴടങ്ങാൻ പോവുകയാണ്. അതൊക്കെ ഭയങ്കരമായ ഒരു പ്രവചനങ്ങളാണ്. ഇസ്ലാം ലോകത്ത് ജയിച്ചടക്കാൻ പോകുന്നുണ്ട്. ഫാത്തിഹുൻ അലൈക്കുമുദ് ദുനിയ, ദുനിയാവ് അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തരാൻ പോകുന്നുണ്ട്. ഫലാ തഅഖുദന്ന മിൻഹാ ഇല്ലാ ബലാഗ, ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ. ദുനിയാവ് ഒന്നാകെ വാരിക്കൂട്ടണ്ട, ആവശ്യമുള്ളത് എടുത്താൽ മതി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് ജീവിതത്തിൽ ഇതിനു വലിയൊരു ഉപദേശം നൽകാൻ പറ്റിയ സന്ദർഭം എവിടെയാണ്? ആവശ്യമുള്ളത് എടുത്താൽ മതി കേട്ടോ. വഅലം, എന്ന് പറഞ്ഞു, അന്ന മൻ സ്വല്ലാ സ്വലാത്ത സുബ്ഹി, സുബ്ഹി നിസ്കാരം ഒരാൾ നിർവഹിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവനെ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. സുബ്ഹി നിസ്കരിച്ചാൽ, സുബ്ഹി ഖളാ ആകാതെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. വേറെ ഹദീസിൽ മൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅ, സുബ്ഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്.
فلا تغفر الله في ذمته فيكبك في النار على وجهك. അതുകൊണ്ട് സുബ്ഹി നിസ്കരിച്ച് നടക്കണ മനുഷ്യന്മാരെ പറ്റി ഗീബത്തും നമീമത്തും പറയാൻ നിൽക്കണ്ട, അവരെ ഇടങ്ങാറാക്കാൻ പോകണ്ട. അള്ളാഹു നിന്നെ മുഖം കുത്തി വലിച്ച് നരകത്തിലേക്ക് എറിയും. ഇത് പറഞ്ഞിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കലിമ ചൊല്ലി റാഹത്താണ് മരിച്ചത്. അവസാനം പറഞ്ഞ വാക്കുകൾ ഇതാണ്, സുബ്ഹി നിസ്കരിച്ചോളി. സുബ്ഹി റെഡിയായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ